ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും ഹൃദയത്തെയും മനുഷ്യനായി അവതരിച്ച ഈശോയുടെ ആ സ്നേഹത്തിലേക്കൊന്ന് ഹൃദയത്തെ ഒന്ന് തുറന്നു വയ്ക്കാം. ഈശോ എന്തോ ഒന്ന് മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ പുത്രൻ എന്തോ ചില കാര്യങ്ങൾ നമ്മളോട് വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതെന്താണ് എന്നുള്ളത് ശ്രവിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം ഇപ്രകാരമല്ലേ: വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. രണ്ട് കാര്യങ്ങളാണ് ഈ ദൈവപുത്രൻ പുൽക്കൂട്ടിൽ കിടന്നുകൊണ്ട് മനുഷ്യനായി അവതരിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യനോടും എന്നോടും നിങ്ങളോടും പറയുന്നത്. ഒന്ന്, ദൈവത്തിന് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം അനന്തമാണ്. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു സത്യം നമ്മളോട് പറയാൻ വേണ്ടി തന്നെ അല്ലേ? ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണെന്നും ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കി, നമ്മൾ ജനിച്ച അന്ന് മുതൽ ഇന്നോളം ഒത്തിരി പേര് നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്നേഹത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല അത് സ്ഥിരമായ ഒരു സ്നേഹമായിരുന്നു എന്ന്. എന്നും നമ്മളെ അനുഗമിക്കുന്ന ഒരു സ്നേഹവും ഈ ഭൂമിയിലില്ല എന്നുള്ളത് ജീവിത അനുഭവങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സ്നേഹമുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മാറ്റം വരാത്ത, ഒരിക്കലും ചലഞ്ചില്ലാത്ത, ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു സ്നേഹമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ ഒരു വലിയ സ്നേഹവുമായിട്ടാണ് ഈശോ മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത്. ആമേൻ, ഹല്ലേലൂയ.